ബിറ്റ് കോയിൻ മാത്രം പറഞ്ഞല്ലോ. ബൈനാൻസിൽ നമ്മുടെ ബിറ്റ് കോയിൻ വെച്ചിട്ട് എങ്ങനെയാണ് ലോൺ എടുക്കണതെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് അപ്പോൾ ഇതിലാകെ $10, കറക്റ്റ് $10 പിന്നെ ആകെ ഫീസ് കൊടുക്കാനുള്ള BNB ഉള്ളൂ. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഹോം നിൽക്കുന്നു, BTC നിൽക്കുന്നു, ഏകദേശം BTC 1,00,000 രൂപ വില എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ബൈ നിൽക്കുന്നു, ലിമിറ്റ് മാറ്റി മാർക്കറ്റാക്കി ഫുള്ള് $10 വാങ്ങി. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പോട്ടിൽ എന്താ വന്ന് കിടക്കണമെന്ന് നോക്കാം. ഇപ്പോൾ 9.89 BTC പിന്നെ ബാക്കി 15 സെൻറ്റ് ഇതായിട്ട് USDT ആയിട്ട് കിടക്കണം. അതെങ്ങനെ ലോൺ വെച്ചിട്ട് എന്താ ബെനിഫിറ്റ് ആക്കണത് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ $10 ഉള്ളൂ. $10 ബിറ്റ് കോയിൻ നമ്മൾ വാങ്ങി. ഇത് ഹോം നക്കി കഴിഞ്ഞിട്ട് ഇവിടെ ലോൺ എന്ന് പറഞ്ഞ സാധനം നിൽക്കുക, ലോൺ ഇനി സ്റ്റാർട്ട് ബോറോയിങ് എന്ന് പറഞ്ഞ സാധനം നിൽക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ബിറ്റ് കോയിൻ ഉണ്ട്? $10 ബിറ്റ് കോയിനേ ഉള്ളൂ, 0.0001. അത് ഞാൻ മാക്സിമം കൊളാറ്ററലായിട്ട് വെക്കണതാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മാക്സിമം കൊളാറ്ററലായിട്ട് വെക്കുമ്പോൾ 78% ഈ കൊളാറ്ററലായിട്ട് വെക്കാം. അപ്പോൾ ബിറ്റ് കോയിൻ ഇപ്പോൾ 1,00,000 ആണെങ്കിൽ എനിക്ക് 78,000 രൂപ കിട്ടണ പോലെ. ഇപ്പോൾ ഞാൻ $10 വെച്ചേക്കണോണ്ട് എനിക്ക് $7.80 കിട്ടും. $7.80 കിട്ടും. എനിക്ക് ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് 6.67 ഇൻട്രസ്റ്റ്. ഓക്കെ, പിന്നെ വേറെന്താ നോക്കേണ്ടത്? ഇത് ലിക്വിഡേഷൻ കാണിച്ചു തരാം. അത് രണ്ടും പറഞ്ഞുതരാം. 78-91 അതും പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ മൊത്തം എൻ്റെ $1,00,000 വാങ്ങിയ $1,00,000 സമയത്താണ് ഞാൻ ബിറ്റ് കോയിൻ വാങ്ങിയേക്കുന്നത്. അത് ഞാൻ മൊത്തം കൊളാറ്ററൽ വെച്ചിട്ട് $10 കൊളാറ്ററൽ വെച്ചിട്ട് $7 ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, എക്സ്ചേഞ്ചിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ 85,000 എത്തുമ്പോഴും എൻ്റെ ലിക്വിഡേറ്റ് ആയി പോകും. എൻ്റെ വിറ്റിട്ട് അവരെ മുതലെടുക്കും, ബൈനാൻസിൽ അവർ മുതലെടുക്കും. അതങ്ങനെയൊരു സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫേം നിൽക്കുന്നു. അപ്പോൾ കൺഫേം അങ്ങനെ 7.67 എനിക്ക് കിട്ടി. ഞാൻ എന്താ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ ഈ $7 വീണ്ടും ബിറ്റ് കോയിൻ വാങ്ങും. പുറത്തേക്ക് എടുക്കാറില്ല, വീണ്ടും ബിറ്റ് കോയിൻ അതേ $7 വാങ്ങും. അപ്പോൾ $10 എന്നുള്ള എൻ്റെ ബിറ്റ് കോയിൻ $17 വീണ്ടും ബൈ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് വീണ്ടും കൊണ്ടുപോയി കൊളാറ്ററിൽ ആഡ് ചെയ്ത് വെക്കും. മറ്റേത് റിസ്ക് അല്ല, 85,000 എപ്പോഴും എത്താം, അടിച്ചു പോകാം. 78%. ഓക്കെ, അത് കൂടുതൽ കുറച്ച് കൺഫ്യൂഷനും. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് നിൽക്കി കഴിഞ്ഞിട്ട് ഈ മാക്സിമം ഇവിടെ കൊണ്ട് വീണ്ടും ആഡ് ചെയ്ത് എൻ്റെ ലിക്വിഡേഷൻ പ്രൈസ് വളരെ കുറച്ച് വെക്കും. 46% റിസ്ക്കിലേക്ക് ആക്കും. ഓക്കെ, അത് ലോ റിസ്ക്കാണ്. ഓക്കെ, അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ എന്താ, ഇനി ബിറ്റ് കോയിൻ എൻ്റെ 50,000 എത്തുമ്പോൾ ലിക്വിഡേറ്റ് ആവുള്ളൂ. അപ്പോൾ $10 വാങ്ങാൻ നിന്ന എനിക്കിപ്പോൾ $17 ബിറ്റ് കോയിൻ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 6% വെച്ച് ആനുവൽ ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സ്വർണ്ണം നമ്മൾ പണയം വെക്കണത്, അതിൻ്റെ അടുത്ത് $1 കിലോ സ്വർണ്ണമുണ്ട്. ആ $1 കിലോ സ്വർണ്ണം ഞാൻ കൊണ്ട് KSF കൊണ്ടേ പണയം വെച്ച് എന്താണ് 1,00,000 എന്ന് വിചാരിക്കാം. 78,000 എടുത്തിട്ട് 78,000 ഞാൻ വീണ്ടും സ്വർണം വാങ്ങി, വീണ്ടും ഞാൻ കൊണ്ട് അത് കൊളാറ്ററലായിട്ട് ആഡ് ചെയ്തത് ജപ്തി ആവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാനത് ഇതാക്കി. ഇനി റീപേ ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ റീപേ ബട്ടൺ നിൽക്കുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അത് മൊത്തം റീപേ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറഞ്ഞ് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതായത് 85, അതായത് നമുക്ക് മാക്സിമം കിട്ടുന്നത് 78 കിട്ടുള്ളൂ, 78% കിട്ടുള്ളൂ. അതായത് 1,00,000 ഉണ്ടെങ്കിൽ നമുക്ക് 78,000 കിട്ടുള്ളൂ. പക്ഷേ ബിറ്റ് കോയിൻ്റെ വില 85 എത്തുമ്പോൾ തന്നെ നമ്മൾ ലിക്വിഡേറ്റ് ആവും, നമ്മൾ ബിറ്റ് ഒഴിവാക്കാൻ നിർബന്ധിതരാവും. മനസ്സിലായോ? ഓക്കെ, അതിപ്പോൾ നമ്മൾ കുറച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ഇഷ്യൂകളുണ്ട്. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാ കോയിനും $1 വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ XRPയുടെ എൻ്റർപ്രൈസൊക്കെ ഞാൻ കാണിച്ചില്ല. അതിൽ XRP എൻ്റർപ്രൈസ് 37 സെൻറ്റാണ് കാണിക്കുന്നത്. നോക്കണ്ട, എൻ്റെ XRPയുടെ എൻ്റർപ്രൈസ് ചെയ്ത് നവംബറിൽ 50 സെൻറ്റ് കണ്ടുകൊണ്ട് എനിക്ക് 50 സെൻറ്റ് എന്നുള്ളത് 50 സെൻറ്റ് ഇപ്പോൾ എനിക്ക് 2 XRP കിട്ടിയത്. അത് ഏകദേശം $3 വരെയും പോയി. പക്ഷേ ഞാനത് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കറക്റ്റ് വീഡിയോയിലേക്ക് കാണിച്ചു തരാം അത് എങ്ങനെയായിരുന്നു. ഓക്കെ, അത് വൈഫിൻ്റെ മൊബൈലാണ്. അപ്പോൾ 2 XRP ഉള്ള എനിക്ക് അവസാനം 11 XRP ആയി. അതേപോലെ തന്നെ $1 എന്നുള്ള വാങ്ങിയത് ഞാൻ വെറുതെ ഇരുന്നായിരുന്നെങ്കിൽ $1 എന്നുള്ളത് എത്ര എക്സ് ആവും? 5 സെൻറ്റ് എന്നുള്ളത് 3 ആയപ്പോഴേക്കും ഒരു 7-8 ആവും. പക്ഷേ എനിക്കത് $1 എന്നുള്ളത് $36. പിന്നെ അത് താഴെ ഇടിഞ്ഞ് ഞാനത് ലോൺ വെച്ച് ഓരോ സമയത്തും കയറ്റി ലോൺ വെക്കണേ. ഞാൻ അടുത്ത വീട്ടിൽ കറക്റ്റായിട്ട് തെളിവുകൾ കാണിച്ചത്. എന്നിട്ട് താഴെ ഇടിഞ്ഞപ്പോഴേക്കും ഈ അടുത്തൊരു നല്ല ഡിവെൻ്റ് ആയപ്പോഴേക്കും $27 വിറ്റു. $1 ഞാൻ വാങ്ങിയ XRP എനിക്ക് 27 ഇരട്ടിയായി. അതെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം XRP 2 അത് $1 2 എന്ത് ചെയ്യും, പകുതി
ഞാൻ ഇതേപോലെ ലോൺ എടുക്കും, വീണ്ടും XRP ആകും. 2 3 വീണ്ടും പകുതി വെക്കും, വീണ്ടും ലോൺ എടുക്കും. അങ്ങനെ XRP ആ സമയത്ത് മേളിലേക്ക് മാത്രം പോകുള്ളൂ. അങ്ങനെ XRPയിൽ എനിക്ക് നല്ല പ്രോഫിറ്റ്. ഞാൻ കറക്റ്റ് പ്രോഫിറ്റും പ്രൂഫും പിന്നെ ലിക്വിഡേഷൻ ആയത് കറക്റ്റ് എല്ലാം കാണിക്കാം. പിന്നെ അതുപോലെ എനിക്ക് XLM ഒരു കുറേ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ കുറേ ചെറിയ ചെറിയ കോയിൻസിൽ കുറേ പ്രോഫിറ്റ് കിട്ടി. അതൊക്കെ ലിക്വിഡേറ്റ് ആയതും ക്യാഷിന് ആവശ്യം വന്നപ്പോൾ വിഡ്രോ ചെയ്തതും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചത്. ഇങ്ങനെ ലോൺ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്യാഷ് കൂട്ടാം. നമ്മുടെ കൊളാറ്ററിൽ വെച്ചിട്ട് വീണ്ടും നമുക്കിങ്ങനെ ഇതാക്കി കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് സംഭവം. പക്ഷേ ലോൺ എടുത്ത് ആ 78% ലോൺ എടുത്തിട്ട് $7 ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസറ്റുകൾ പയ്യെ കൂടും. 50 പെട്ടെന്ന് ചാൻസ് ഇല്ലല്ലോ. ഓക്കെ, പിന്നെ 78-ൻ്റെയും 90-ൻ്റെയും കണക്കൊക്കെ ഉണ്ട്, 85-ൻ്റെയും കണക്കൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കിത് പറയാം, ഇത് തന്നെയല്ല നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യണമെന്ന് പറയാം. ഇത് 2x ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇത് തന്നെ എന്നൊക്കെ ഉള്ള ഇതിൽ പറയാം. പക്ഷേ അതെല്ലാം ഇങ്ങനെ പ്ലസ് മൈനസൊക്കെ കണ്ടിട്ട് കുറേ ടെൻഷനൊക്കെ അടിക്കും. അതുപോലെ ഇതിലങ്ങനെ ഒന്നുമില്ല. ഇത് നല്ലൊരു ടിപ്പ് വരുമ്പോൾ മാത്രമേ ലിക്വിഡേറ്റ് ആകും. ഇപ്പം മറ്റേ പറഞ്ഞ പോലെ തന്നെ വെച്ചാൽ നമ്മൾ ക്രോസ് ആയാലും ഐസൊലേറ്റ് എടുത്തിട്ട് കോയിൻ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ചിഹ്നം നെക്കി കൊളാറ്ററിൽ ഇത് ആഡ് ചെയ്താൽ മതിയല്ലോ. USDT ആഡ് ചെയ്താലും ലിക്വിഡേഷൻ പ്രൈസ് ഇതേപോലെ കുറച്ച് പകുതി എടുക്കാം. പക്ഷേ ഇതെന്ന് വെച്ചാൽ 10 ഉണ്ടെങ്കിൽ നമുക്ക് 17 സാധനം വാങ്ങാം. മറ്റേത് നമുക്ക് എങ്ങനെയാണ്? മറ്റേതും ഇതേപോലെ തന്നെയാണ് ഏകദേശം. 10 ഉണ്ടെങ്കിൽ നമുക്ക് 20-ൻ്റെ 2x ഇട്ടുകഴിഞ്ഞാൽ 20-ൻ്റെ വാങ്ങാം. ആഡ് ചെയ്തിട്ട് വെക്കാം. ഏകദേശമൊക്കെ എനിക്ക് ഇത് നല്ലൊരു ഗുണമായിട്ട് തോന്നി. ടെൻഷനോ റിസ്ക്കോ ഒന്നുമില്ല, അങ്ങനെ ഒരു ഇതായിട്ട് തോന്നി. ഓക്കെ, അടുത്തതിൽ ഞാൻ മറ്റേ XRPയുടെ 2 XRP 11 $1 എന്നുള്ള XRP 36 താഴെ വന്ന് 27 ലിക്വിഡേറ്റ് ആയതും 27x എനിക്ക് അങ്ങനെ കിട്ടിയതൊക്കെ വീഡിയോ ഞാൻ അയച്ചുതരാം. ഓക്കെ, അത് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് റെക്കോർഡ് ചെയ്യാം. ഞാനത് അന്ന് ആ ഡിപ്പ് വന്നപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ ഞാനത് ഇട്ടില്ല. ഞാനത് റെക്കോർഡ് ചെയ്തതിൻ്റെ അന്ന് കറക്റ്റ് ടൈമിൽ റെക്കോർഡ് ചെയ്തതിൻ്റെ വേണമെങ്കിൽ കുറച്ച് ഞാൻ ഇടാം. പിന്നെ അത് മൊത്തം കംപ്ലീറ്റ് ആയില്ല, റെക്കോർഡ് കംപ്ലീറ്റ് ആയില്ല. ചെയ്തു നിർത്തി അങ്ങനെ അന്ന് ആ സമയത്ത് അപ്പോൾ 17 സംതിങ് ഇതുണ്ടായി. പിന്നെ ഡിപ്പിൽ എനിക്ക് ആ $27 ലിക്വിഡേറ്റ് ആയതിന് അതിനെക്കാട്ടും കൂടുതൽ 12 സംതിങ് XRP കിട്ടിയിരുന്നു. ഇപ്പോൾ XRPയുടെ റേറ്റ് എത്ര? അന്ന് 2.22 ആയിരുന്നു. ഇപ്പോൾ 2.4. ശരി, അടുത്ത വീഡിയോ കാണാം. വൈഫിൻ്റെ മൊബൈൽ ഉണ്ടാക്കിയത്.